മൂന്ന് കാലഘട്ടം, മൂന്ന് ടൊവിനോ, 3D, നല്ല കിടിലൻ സ്റ്റോറി, ഒരു പെർഫെക്റ്റ്ലി ബ്ലെൻഡഡ് ഫാൻറ്റസി സ്റ്റോറി. ആദ്യത്തെ ഡയറക്ഷണൽ ഡെബറ്റാന്ന് പറയില്ല, അത്രയ്ക്ക് നല്ല കിടിലൻ സിനിമ. സോ ഞാൻ ഡയറക്റ്റ് ചെയ്ത ഡിറ്റക്റ്റീവ് അഗ്രോസ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നില്ല, ഷോർട്ട് ഫിലിം സീരീസ്, 10 മിനിറ്റ് സീരീസ്. ഓരോ 10 മിനിറ്റിലും ഓരോ കഥകളാണ്. അപ്പോൾ അതിൻ്റെ ആ ഫ്രാഞ്ചൈസിയിലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം നാളെ റിലീസാവുകയാണ്. ഒരു ഉഴപ്പനായിട്ടുള്ളൊരു ഡിറ്റക്റ്റീവ് കഥ, കേസുകളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തലം. അപ്പോൾ അതെല്ലാവരും കാണാൻ ശ്രമിക്കുക. നാളെ വൈകിട്ടാണ് റിലീസ്, ഇതേ ചാനലിൽ തന്നെ. അപ്പോൾ വെൽക്കം ടു ദ റിവ്യൂ. ഫൈറ്ററാണ് ഞാൻ ലാസ്റ്റ് ഒരു 3D പടം കണ്ടത്. അത് കോയമ്പത്തൂർ ഐമാക്സിലാണ് കണ്ടത്. അത് പിന്നെ എയറിലുള്ള കളിയാണ്, ഇത് ഗ്രൗണ്ടിൽ നിന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മണൽ, തീ, അതേപോലെ തന്നെ കുന്തം, നിലവറ, വെള്ളച്ചാട്ടം, ഗാലക്സി, അതുപോലെ ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ അകത്ത് ഡയറക്ടർ ഒരു 3D വിസ്മയം തന്നെ ഇതിൻ്റെ അകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മിത്തും നമ്മുടെ പുരാണങ്ങളും അങ്ങനെ ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഉള്ള 3D എക്സ്പീരിയൻസ്, അതുപോലെ ഫൈറ്റ്, ഇതിലെല്ലാം കൂടിയുള്ള ഒരു മികച്ചൊരു 3D എക്സ്പീരിയൻസാണ്. പിന്നെ ക്യാമറ, നല്ല കിടിലൻ ഫ്രെയിംസ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഗ്രാമം കാണിച്ചിരിക്കുന്നത് എനിക്ക് തന്നെ ദേശം, കുഞ്ഞിരാമായണത്തിന് ശേഷം ഇത്ര നല്ലതായിട്ട് ഗ്രാമത്തിൻ്റെ പശ്ചാത്തല ഭംഗി ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ളൊരു സിനിമ വേറെ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, 3 കാലഘട്ടം കാണിക്കുമ്പോഴാണെങ്കിൽ പോലും ഒന്ന് കാണിക്കുന്നത് ഒരുപാട് പഴയ കാലഘട്ടമാണ്, രാജഭരണത്തിലുള്ള കാലഘട്ടം. ഒന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് സ്വാതന്ത്ര്യം കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം, കഴിഞ്ഞതിന് തൊട്ടുള്ള കാലഘട്ടം. അങ്ങനെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിനേക്കായി എനിക്ക് ഒരു 30-40 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കാലഘട്ടം, ഒരു 30 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കാലഘട്ടം. അപ്പോൾ ഈ 3 കാലഘട്ടങ്ങളിലെയും കാഴ്ചകൾ, ഗ്രാമങ്ങൾ, അതൊക്കെ നല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റൊക്കെ തപ്പി പോയിരിക്കുന്നതൊക്കെ, അതൊക്കെ നല്ല രീതിയിൽ ആ കാര്യങ്ങളെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്ത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൽ സിനിമോട്ടോഗ്രാഫർ നന്നായിട്ട് കറക്റ്റായിട്ട് അത് വിജയിച്ചിട്ടുണ്ട്. സുജിത് നമ്പ്യാർ ആണ് ഇതിൻ്റെ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. ചിയോതിക്കാവിലെ ഒരു വിഗ്രഹം. ഈ വിഗ്രഹത്തിൻ്റെ പുറകെ 3 കാലഘട്ടങ്ങളിലായി എപ്പോഴും ഒരു നിയോഗം പോലെ ഈ വിഗ്രഹത്തിനെ കാത്തു സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ വലയം ചെയ്യുന്ന ടൊവിനോൻ്റെ 3 കഥാപാത്രങ്ങൾ. ഇനി അതിൽ ഒരു ഫാൻറ്റസി സ്റ്റോറി പെർഫെക്റ്റായിട്ട് എഴുതിയേക്കണ ജിതിൻ ലാൽ. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കൂടെ തന്നെ പൊളിറ്റിക്സ് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കരമായ ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, 3 കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയെ പൊളിറ്റിക്സ് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കഴിവുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ കഥനെ എഴുതി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് ഫാൻറ്റസി എലമെൻറ്റ്സ് ഈ കഥയിൽ പുള്ളി എഴുതി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേട്ട് പഴകിയിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ അടിപൊളിയായിട്ട് പുള്ളി ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഈ നിലവറ, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു മമ്മിയൊക്കെ കണ്ട് അങ്ങനത്തെ ഒരു ഫീലൊക്കെ, അത് നമ്മുടെ നാടൻ സംഭവങ്ങളിലേക്ക് ആ കഥകളൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെർഷൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ്. പക്ഷെ നമുക്ക് ആ കഥകളിലൊന്നും, അല്ലെങ്കിൽ കേട്ട് മറന്നിട്ടുള്ള പുരാണ കഥകളുടെ രാജ്യമാണല്ലോ ഇന്ത്യ, അതൊന്നും നമുക്ക് എല്ലാത്തിലും ഇതുവരെ നമുക്ക് സിനിമകളിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ ആ പുരാണങ്ങളിൽ കാണുന്നതുമായിട്ടുള്ള മിസ്റ്റീരിയസ് സംഭവങ്ങൾ ഈ കഥയിൽ പുള്ളി പെർഫെക്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൊവിനോൻ്റെ ഉള്ളിലെ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ശരിക്കും ഇപ്പോഴാണ് പുറത്തേക്ക് വന്നത്. അത് കൊണ്ടുവന്നതിന് ഡയറക്ടറിന് ഒരു ഹാറ്റ്സ് ഓഫ്. അപ്പോൾ പുള്ളി പലതിലും നല്ല ഫൈറ്റൊക്കെ ചെയ്യുന്ന ആളാണ്, അതിന് പറ്റിയ ഫിസിക്കാണ്. പക്ഷേ 6 മാസം ഇതിനു വേണ്ടി കളരി പഠിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടി നല്ല അടിപൊളിയായിട്ടുണ്ട്. പോരാളിയായിട്ടും അതേപോലെ തന്നെ കള്ളനായിട്ടും പിന്നെ ലാസ്റ്റ് അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ലാസ്റ്റത്തെ കാണിക്കുന്ന ക്യാരക്ടർ, ഈ 3 ക്യാരക്ടറും ഫൈറ്റ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. 3 പേരും നല്ല യോദ്ധാക്കളാണ്. നല്ല ഫൈറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, കാഴ്ചക്കെട്ട്, പൂരം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ 3 കളരിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫൈറ്റുകളാണ്.
അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് കള്ളനായിട്ട് രണ്ടാമത്തെ കാലഘട്ടത്തിൽ കള്ളനായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ഫൈറ്റും സീക്വൻസുകളൊക്കെയാണ്. പുള്ളിക്ക് തന്നെയാണ് ഒരുപാട് ഫൈറ്റ് സീക്വൻസുകളുള്ളത് പല സമയങ്ങളിലായിട്ട്. അതൊക്കെ നല്ല മാർഷൽ ആർട്ട്സ്, അത് കളരി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വേറെ മാർഷൽ ആർട്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ പടത്തിൽ ഇതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ മ്യൂസിക്, നമ്മുടെ നാടിൻ്റെ കൾച്ചർ, നമ്മളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പുരാണങ്ങൾ, മിത്തുകൾ, അങ്ങനത്തെ സങ്കല്പങ്ങൾ, പിന്നെ ഓഫ് കോഴ്സ് മാർഷൽ ആർട്സ്, കളരി മാർഷൽ ആർട്സ്, ഇതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ച ഒരു മലയാള സിനിമ. എനിക്ക് തോന്നുന്നു വേറെ മലയാള സിനിമകളും അങ്ങനെ ഇത്രയും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പണ്ടൊക്കെ മറ്റേ ചന്തു പടത്തുകളിൽ പണ്ടൊക്കെ സ്ഥിരം കളരി ഉണ്ടാവുമായിരുന്നു മലയാള സിനിമയിൽ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു കളരിയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മലയാള സിനിമ ഇപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ബിജുക്കുട്ടൻ പഴയ ഒരു ഫോമിലേക്ക് ഇതിൻ്റെ അകത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. കോമഡിയും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട്. നല്ല കോമഡി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ ആരും അങ്ങനെ ഫൈറ്റ് ഓവറാണോ, അല്ല കോമഡി ഓവറാണോ, എല്ലാം പാകത്തിന് ചേരുവ ചേർത്ത് ബ്ലെൻഡ് ചെയ്തേക്കണ പടമാണ്. അതുപോലെ തന്നെ രോഹിണി, സുരഭിയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പറഞ്ഞല്ലോ. അപ്പോൾ 2-3 ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറുണ്ട്, യങ് ആയിട്ടുള്ള ക്യാരക്ടറുണ്ട്. അതൊക്കെ സുരഭി നല്ല അടിപൊളിയായിട്ടാണ് കൈകാര്യം ചെയ്തേക്കുന്നത്. രാഹുൽ സദാശിവത്തിന് ശേഷം ഫാൻറ്റസി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സംവിധായകന് മലയാളത്തിന് വീണ്ടും കിട്ടിയേക്കാണ്. 3 ഭാഷ, 3 കാലം, 3ഉം വേറെ. ഇത് 3ഉം പെർഫെക്റ്റ്ലി മാച്ച് കട്ട് ചെയ്ത്, സ്റ്റോറി വൈസ് മാച്ച് കട്ട് ചെയ്ത്, ട്രാൻസിഷനിൽ മാത്രമല്ല കേട്ടോ, സ്റ്റോറി വൈസിലും ഇത് മാച്ച് കട്ട് ചെയ്ത് പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതെടുത്തേക്കുന്ന ലൊക്കേഷൻ, അതേപോലെ തന്നെ ഫ്രെയിംസ് എല്ലാം നല്ല കിടിലൻ സാധനമാണ്. ഒരു പെർഫെക്റ്റ് ഫാൻറ്റസി സ്റ്റോറിയാണ്. ഒരു പുതുമുഖ സംവിധായകൻ്റെ ഒരുവിധമല്ലാത്ത പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ആദ്യത്തെ ഒരു പെർഫെക്റ്റ് സിനിമ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ കാര്യത്തിൽ ഹാറ്റ്സ് ഓഫ് ടു ജിതിൻ ലാൽ. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദാണ്. മാച്ച് കട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രാൻസിഷനിൽ തന്നെ വേറൊരു കാറ്റഗറി ആയിട്ട് വരുന്നതാണ് മാച്ച് കട്ട്. ഈ മാച്ച് കട്ടിനെ ക്യാമറ ട്രിക്ക് കൊണ്ട് മാത്രം കേവലം ചെയ്യാണ്ട് അത് എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഡയറക്ഷനും ഇതെല്ലാം കൂടി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഭയങ്കരമായിട്ടൊരു സാധനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനിൽ തന്നെ ജനലിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ കാണിക്കുന്നത് പഴയ കാലഘട്ടമാണ്. അപ്പോൾ ഒരു ഫ്രെയിമിൽ തന്നെ പുതിയ കാലഘട്ടവും പഴയ കാലഘട്ടവും കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ പിന്നീട് ക്യാമറ പാൻ ചെയ്ത് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നൊരു പരിപാടി. അത് നല്ല അടിപൊളിയായിട്ട് എഡിറ്റിങ്ങിലൊക്കെ നല്ല ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. സൗണ്ട് ഡിസൈൻ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡയലോഗ് ഇല്ലാണ്ട് നമ്മളെ സൗണ്ടും കൊണ്ട് കഥ പറയുമ്പോഴുള്ള ആ ഒരു ഫീൽ ഡെലിവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് ഇതുണ്ട്. അത് സെറ്റപ്പായിട്ട് കൺവിൻസ് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. 3 കാലഘട്ടം കാണിക്കുന്നതിന് 3 തരം സൗണ്ട് ഡിസൈൻ, 3 തരം മ്യൂസിക് ഡയറക്ഷനാണ് ചെയ്തേക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞ ഒരു നേരത്തെ നമ്മുടെ ഓൺ കൾച്ചറലായിട്ടുള്ള സംഭവങ്ങൾ, ചെണ്ട, അടയ്ക്ക, ഒരു ഇൻസ്ട്രുമെൻസും അങ്ങനെ വേറെ പുറത്തുനിന്ന് അങ്ങനെയുള്ളൊരു സംഭവമില്ല. എല്ലാം നമ്മുടെ ഒരു കേരളീയ തനിമയുള്ള സംഭവങ്ങളാണ്. മ്യൂസിക്കാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ചെയ്തേക്കണത് നമ്മുടെ നാടൻ വാദ്യോപകരണങ്ങൾ നല്ല പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. പിന്നെ കോസ്റ്റ്യൂം ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും, അത് പ്രത്യേകിച്ച് കള്ളൻ്റെ കോസ്റ്റ്യൂം നല്ല കിടിലനായിട്ടാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. യോദ്ധാവും അതേപോലെ തന്നെ ഇപ്പോഴുള്ള നാടൻ കഥാപാത്രങ്ങളും അതൊക്കെ പല സിനിമയിൽ വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളൊരു കള്ളൻ്റെ, അതും എന്താ പറയുന്ന കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കള്ളൻ, ചെറിയൊരു അതിമാനുഷികതയും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ കോസ്റ്റ്യൂം, മുടി, മേക്കപ്പ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പിരികം ഇങ്ങനെ മുകളിലേക്ക് ചെയ്തിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. അത് നല്ല കിടിലൻ സംഭവമാണ്. അവിടെ ഈ കൂട്ടുപിരികം ഇങ്ങനെ വന്നിട്ടാണല്ലോ ചോദിക്കുന്നത്, അതിന് വരെ ഇവിടെ മുകളിലേക്ക് പോകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. കോസ്റ്റ്യൂം, ആ കള്ളൻ്റെ കോസ്റ്റ്യൂം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആ കള്ളൻ്റെ ക്യാരക്ടറാണ്. നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ഷൂട്ടുകളുണ്ട്, നിലവറകളുണ്ട്, അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ഉള്ളിൽ, വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിൽ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല ആർട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു സിനിമ ആയതുകൊണ്ട് തന്നെ
നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും വലിയൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഒരു സ്റ്റോറി ഉള്ളതുകൊണ്ടും ഇടയ്ക്ക് ചെറിയൊരു പാളിച്ചകൾ ചിലപ്പോൾ പറ്റിയേക്കാം. അത് സ്വാഭാവികമാണ്. അത് ചില സമയത്ത് അങ്ങനെ പറ്റാം. ഈ സ്റ്റോറിയിലുള്ള ചെറിയ ചെറിയ അപാകതകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പുതുമുഖ ഡയറക്ടർ എന്നുള്ളതിലേക്ക് ഡയറക്ഷനിലൊരു പ്രശ്നമില്ല. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റോറിയിലുള്ള ഒരു ചെറിയ അപാകത മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നല്ല 100% ഒരു ഡയറക്ടറൽ മൂവിയാണ്. പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്ത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള അതായത് നമ്മൾ നല്ല എന്താ പറയുക വിദേശ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മദ്യം ഒക്കെ അങ്ങനത്തെ ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പല സാധനം ബ്ലെൻഡ് ചെയ്തിട്ടാണല്ലോ മദ്യമാണ്. അപ്പോൾ അത്ര നല്ല ബ്ലെൻഡ് ചെയ്തേക്കുന്ന ഒരു ഫൈൻ മാൾട്ടഡ് സാധനമാണ് സംഭവം. ഒരു 100% ജിതിൻ ലാൽ മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, 3D വിഷ്വൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, സൈനിങ് ഓഫ്.